വെൽക്കം ബാക്ക് ടു JP വ്ലോഗ്സ്. ഞാനും വാബി ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് വാബിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അല്ലേ വാബി? എന്താ ഈ ബുക്കിന്റെ പേര് പറഞ്ഞു കൊടുക്ക്? ദി ലയൺ ഇൻസൈഡ് അല്ലേ? ഇത് ആമസോണിൽ ഭയങ്കര നല്ല റിവ്യൂ ഉള്ള ഒരു പുസ്തകമാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറെ നാളായി. ഞാൻ ഒരുപാട് പ്രാവശ്യം വാബിക്ക് വായിച്ചു കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിന്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു അതിന്റെ ഡിസൈനാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് ചെറിയ കുട്ടിയായാലും മുതിർന്ന നമ്മളെ പോലത്തെ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിന്റെ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ വാബിക്ക് ഇംഗ്ലീഷിൽ തന്നെയാണ് വായിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയുന്നില്ല. ഇപ്പൊ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയ ശേഷമാണ് കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ചത്. പക്ഷെ എന്നാലും നമ്മൾ ഇത് ഇംഗ്ലീഷിൽ തന്നെ വായിച്ചു കൊടുക്കുമ്പോൾ ഇവർ കേട്ട് ഇതിലെ പല വാക്കുകളും സെന്റൻസും ഒക്കെ ഇവളെ തന്നെ ഇപ്പം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഇന്നലെ ഇവള് ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ വായിക്കുന്നായിരുന്നു ഈ ബുക്ക്. അപ്പൊ വായിക്കുന്ന സമയത്ത് ഞാൻ വായിച്ചു കൊടുക്കുന്ന പോലെ അതേ വോയിസ് മോഡുലേഷനിലും എല്ലാം ഇതിനകത്തുള്ള ഇടക്കിടക്കുള്ള ചില വാക്കുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഇങ്ങനെ തോന്നി അതിന് അടിപൊളി ഇത് തോന്നുന്ന ഒരു മൊമെന്റ്. ഓക്കെ, അപ്പൊ നമുക്കിത് വായിക്കാം ബാബി. ഓക്കെ. In a dry, dusty place where the sand sparkled gold stood a mighty flat rock, all craggy and old. Okay. അപ്പോൾ ഭയങ്കര ഇങ്ങനെ പൊടിപടലങ്ങളുള്ള ഒരു സ്ഥലം. അവിടെ സൺലൈറ്റ് അടിക്കുമ്പോൾ സാൻഡിൽ ഇങ്ങനെ ഗോൾഡ് പോലെ തിളങ്ങും. സണ്ണി അതൊന്നും ഇപ്പൊ പറയണ്ട. അപ്പൊ അവിടെ എന്താ കൊറേ ഇങ്ങനത്തെ പാറക്കൂട്ടങ്ങൾ ഉണ്ടാവും അല്ലെ? ക്വാലിന്റെ ബുക്കിലുള്ളത് ഇവിടെ ഇരിക്കും. ഓക്കെ. ആൻഡ് അണ്ടർ ദാറ്റ് റോക്ക് ഇൻ എ ടൈനി ഫുൾ ഹൗസ് ലിവ്ഡ് ദി ലിറ്റിലസ്റ്റ് ക്വയറ്റസ്റ്റ് മീക്കസ്റ്റ് ബ്രൗൺ മൗസ്. അപ്പൊ ആ പാറക്കൂട്ടത്തിന്റെ ഒരു പാറയുടെ അടിയിലായിട്ട് ഒരു കുഞ്ഞു വീട്ടിലാണ് ബ്രൗൺ മൗസ് താമസിച്ചിട്ടുള്ളത് അല്ലേ? He was so very tiny, so incredibly small that nobody noticed him ever at all. നമ്മളെ എലിക്കുഞ്ഞനെന്നാ കുഞ്ഞാണല്ലേ? പിന്നെ എന്നാ സൗണ്ട് അല്ലേ ഇങ്ങനെ കുച്ചു കുച്ചു ഇത്ര സൗണ്ടേ ഉള്ളൂ. അതുകൊണ്ടെന്നാ ആരും ഇവന അതുകൊണ്ടെന്നാ ബേബി ആരും ഇവന കാണൂല. കേൾക്കുന്നുണ്ട്. ഓക്കെ. പിന്നെയോ he got trod on and sat on and missed out for stuff, ignored and forgotten. അതായത് ആനയിലിങ്ങനെ മൗസ് ലൈഫ് ഈസ് വെരി ടഫ്. അപ്പൊ ഈ ആനയെല്ലാം നടന്നു പോകുമ്പോ എന്താവും? ആനയെല്ലാം ചവിട്ടി പോകും നമ്മൾ എലീനെ. അപ്പൊ എലി എന്താ പറയാ? പിന്നെ സീബ്രയിൽ ഇരിക്കുമ്പോഴോ എലീന്റെ മേലെല്ലാം ഇരുന്ന് പോകും. അപ്പൊ എന്താണ്? മൗസ് ലൈഫ് വാസ് ടഫ്. Meanwhile, far above, on top of the rock, times were quite different. It was lion o'clock. അപ്പൊ നമ്മള് എലി താമസിച്ച പാറേന്റെ കുറച്ച് അകലെയായിട്ട് വേറൊരു പാറേന്റെ മേലെയാണ് നമ്മൾ ആര് താമസിച്ചത്? ലയൺ. This huge toothsome creature made sure everyone saw how important he was by how loud he could. അപ്പൊ ഈ നമ്മളെ സിംഹം തയ്യ എല്ലാരും ഇവനെ കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിട്ട് ഇവൻ അത്രയും ശബ്ദത്തില് എന്താക്കും? അത് ലാസ്റ്റ്. He was head of the pack. ഇവനാണ് എല്ലാരും നേതാവ്. He was shouty and tough. രാജാവ്. He loved showing the crowd he was made of strong stuff. എന്ത് ചെയ്യുവേ? ഹിപ്പോനെല്ലാം എടുത്ത് പൊക്കിക്കളയും. എന്തിനാ? എല്ലാരും ലയൺ എത്ര സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട്. Yes, all
were impressed by this mighty king cat. അപ്പൊ എല്ലാവർക്കും എന്താണ് ഭയങ്കര ഇഷ്ടമായിരിക്കും ലയണ്ണ. എല്ലാരും വിചാരിക്കും അടിപൊളിയാണല്ലോ അയാള് എന്ന് വിചാരിക്കും അല്ലെ. ഇഫ് ഓൺലി തോട്ട് മൗസ്. അപ്പൊ മൗസ് എന്താ വിചാരിക്കുക? ഇത് മനുഷ്യനല്ല, അത് ആനിമൽ. മൃഗം. നമ്മള് മനുഷ്യൻ. അപ്പോ എലി വിചാരിക്കും I could be more like that. മനുഷ്യക്കുട്ടി. എന്നിട്ട് നോക്ക് ഈ എലി ഇതെല്ലാം കാണുന്നുണ്ടാവും. ഈ മൗസ് വിചാരിക്കും എനക്കും ഇതുപോലെ ആവാൻ പറ്റിയില്ലെങ്കിലായിരുന്നു എന്ന് വിചാരിക്കും. ആരെപ്പോല? ലയനെ പോലെ. Then late one dark night. നമ്മൾ അതാ ഡ്രസ് ഇട്ടല്ലേ. In his Minnie Mouse bed, the cleverest thought popped into his head. He jumped from the covers and held up a paw and said, എന്താ പറഞ്ഞേ? I got it. What I need. Minnie Mouse bed. What I need is a roar. അപ്പോ ഒരു ദിവസം രാത്രി ഇവൻ കിടന്നുറങ്ങുമ്പോ ഇവന് പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കും, ഓക്കെ എനിക്ക് റോർ നാക്കാൻ പഠിച്ചു കഴിഞ്ഞാല് ഇംഗ്ലീഷ് ആണ് നമുക്ക് മനസ്സിലാവും അല്ലെ. ഓക്കെ, അപ്പൊ ലയനെ പോലെ ആവാൻ വിചാരിക്കും. അപ്പൊ ഇംഗ്ലീഷിൽ തന്നെ വായിക്കട്ടെ. ഓക്കെ. I mean, what if this mouse with the weeniest squeak was a little more grrr and a little less meek? കുറച്ചും കൂടി നമ്മളെ എലിക്കുഞ്ഞന്റെ സൗണ്ട് കുറച്ചും കൂടി ഒരു ഗുർന്നല്ല ആണെങ്കിൽ എന്താവും? Well, he would still be nice sound. He would still be the smallest of fuzzy brown mouse, but he would make friends and join in. And Baby പറഞ്ഞ പോലെ life would be nice. അല്ല നൈസ് ആവും. ഇപ്പൊ അപ്പൊ ഇവന്റെ സൗണ്ട് എല്ലാം കുറച്ചും കൂടി ഗിർ സൗണ്ട് ആണെങ്കിൽ എന്താവും ബേബി? ബാക്കി ആനിമൽസ് എല്ലാം കേൾക്കൂലേ നമ്മളെ മൗസിനാ. അപ്പൊ എന്താവും? മൗസിന് കുറെ ഫ്രണ്ട്സ് എല്ലാം ആവും. അപ്പൊ ലൈഫ് നല്ല അടിപൊളിയാവും. യെസ്, thought the mouse. I must find out how. I will learn how to roar and I will learn it now. ഞാൻ ഇപ്പം തന്നെ എന്താ പഠിക്കാൻ പോന്നേ? റോർ നാക്കാൻ പഠിക്കും. But oh my gosh, there was only one beast who could teach him this thing. ആരാണ് ആ ബീസ്റ്റ്? ആർക്കല്ല മൗസിന് ഇത് പഠിപ്പിക്കാൻ പറ്റുമോ റോറൊക്കെ? ലയൺ. But he might make him a feast. നമ്മളെ ലയണിന്റെ അടുത്ത് എന്നാ ചിത്രം എന്ന് പറയുന്നറിയാം. ഈ ലയണിന്റെ അടുത്ത് ഈ മൗസ് ഈ റോറാക്കാൻ പഠിക്കാൻ പോയി കഴിഞ്ഞാലേ ലയൺ എന്ത് ചെയ്യും? ഈ മൗസിനെ ഡിന്നർ ആക്കും, പ്ലേറ്റിലിട്ട് ശാപ്പിടും അല്ലേ? അതാണ് പറഞ്ഞത്. It was time to be strong. Take a chance. After all, forever was such a long time to feel small. നമ്മളെ എലിക്കുഞ്ഞിന് ഭയങ്കര പേടിയുണ്ട്. എലിക്കുഞ്ഞിനില്ലേ ആക്ച്വലി ഭയങ്കര പേടിയുണ്ട് ലയന്റെ അടുത്ത് പോയിട്ട് ഇത് പഠിക്കാൻ വേണ്ടി. പക്ഷെങ്കിൽ എന്താ എലി വിചാരിക്കുക? കൊറേ കാലായില്ലേ ഇങ്ങനെ ആരാലും ശ്രദ്ധിക്കപ്പെടാൻ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോ ഇപ്പൊ എന്തായാലും ഒരു ചാൻസ് എടുക്കാൻ പോവാണ്. ആരേ? ആരാ ചാൻസ് എടുക്കാൻ പോകുന്നത്? മൗസ്. ഓക്കെ, മൗസിനെ. ഓക്കെ, അടുത്തത്. So he made himself brave and he thought like a winner. He set off for the top, hoping not to be dinner. അങ്ങനെ നമ്മളെ എലി മെല്ലെ 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 മലയെ പാറയുടെ മേലെ കയറി പോന്നാണേ. അയ്യോ ലയണനെ ഡിന്നർ ആക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കയറി പോന്നാണ്. It felt like the scariest thing he could do. But if you want things to change, you first have to change you. പേടിയുണ്ട് പക്ഷെ എന്നാലും നീ ചേഞ്ച് ചെയ്താ നിന്നെ പേടിയുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യണം. കുറച്ച് ധൈര്യം എല്ലാം വരുത്തിക്കണം അല്ലേ? ഓക്കെ, ഇരിക്കും. ഇനിയാണേ ക്ലൈമാക്സ് ആണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. The further he climbed, the closer he got to the slumbering lion reclining on top. നമ്മളെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ലയന്റെ അടുത്തേക്ക് നമ്മളെ മൗസ് ഇങ്ങനെ
പയ്യെ പോന്നാണേ. Then at last, as he stood on his tippity toes, he found himself suddenly nose to nose. എത്തിയേ, നമ്മളെ എലി ലയന്റെ മൂക്കിന്റെ അടുത്തെത്തി. Pardon me, wake up, Mr. Lion. You have got company. Mr. Lion, what I have come to you for is squeak. Do you think you could teach me a roar? എവിടെ പോയേ? പാലിന്റെ ബുക്ക് നമുക്ക് അടുത്ത വീഡിയോയില്, വേറൊരു ബുക്കും കൂടി ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എലിയെന്നാ ചോദിച്ചത്? You could teach me a roar? റോർ നാക്കാൻ പഠിപ്പിച്ചു തരുമോന്ന് ചോദിക്കും. Open your eyes. Wait. A silence befell that twinkling flame. Open eyes. Lion opened his eyes and puffed out his mane. Time showed right down. Why it felt like a week. Then he opened his mouth and let out a lion. Anno achchakwa. Roar hakunnainu agaru. Anna ake. The lion was shaking. His paws all a fumble. He was backing away with a scrambling tumble. Scared അല്ലേ? എന്നിട്ട് പറയും, ലയൺ പറയുന്നേ, വാബി മൗസ് ആണേ. ലയൺ തന്നെ, don't hurt me. He whimpered. Oh, try to be nice. Well, my goodness. Baby, നോക്ക്, this lion was frightened of mice. ലയണ് മൗസിനെ പേടിയാ. ഇതെന്താ കഥ? അപ്പൊ മൗസ് എന്നാ പറഞ്ഞേ? Don't worry, I am a friend, not a foe. Not a lion. Let's rock this together. We will have fun, don't you know? അപ്പൊ മൗസിന്റെ പേടി മൊത്തം പോയേ. ലയണ് പേടിച്ച് എണ്ണപാട് മൗസിന്റെ പേടി മൊത്തം പോയി. അപ്പൊ മൗസ് പറയും, പേടിക്കണ്ട, ഞാൻ നിന്റെ ഫ്രണ്ടാണേ, നമുക്ക് ഒന്നിച്ച് ഫണ്ണാക്കാം. Yes, that day, sit down please. വാബിക്ക് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ഇത് വായിച്ചു കൊടുക്കല് കിടക്കും. ഞാനിത് വീഡിയോ ചെയ്യേണ്ടതുകൊണ്ടാണ് ഇവിടെ ഇരുത്തി വായിപ്പിക്കണേ. അപ്പൊ സാധാരണ കിടക്കയിൽ കിടക്കുന്ന സമയത്ത് വാബി ഭയങ്കര ഇൻട്രസ്റ്റോടെ കേൾക്കുന്ന സ്റ്റോറിയാണ്. പക്ഷെ ഇപ്പൊ അതിനുള്ള മൂടില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത്. ഇങ്ങോട്ട് വരും. ലാസ്റ്റ് പേജ് എത്തിയതാ. That was a magical moment for sure, when Mouse didn't feel at all small anymore. He had found his true voice and learned to speak out, and for that you don't need to roar or to shout. അപ്പൊ മൗസിന് എന്ത് മനസ്സിലായി വാബി? റോർ ഒന്നും ഷൗട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് പേടിയില്ല എന്നുള്ളതിലും ഒരു കുഴപ്പമില്ല അല്ലെ? നമ്മള് പേടിക്കേണ്ടെന്ന് ഒരാവശ്യമില്ല അല്ലെ? കുറച്ച് ഇങ്ങോട്ട് വന്നത് ആവശ്യമില്ല. And from that day and always the two were a pair. അതിനുശേഷം അവർ രണ്ടാളും ഫ്രണ്ട്സ് ആയി. They both liked that rock better. Both എന്ന് പറഞ്ഞാൽ രണ്ടാളും. Now that rock was to share. രണ്ടാളും ഒരു റോക്ക് തന്നെ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഷെയറിംഗ് ഈസ് കെയറിംഗ്. രണ്ടാളും ഇപ്പൊ സെയിം റോക്കിന്റെ മേലെ തന്നെ താമസിക്കാൻ തുടങ്ങി. The mouse, while still little, felt big in his head. ഇപ്പോഴും മൗസ് എന്താണ്? കുഞ്ഞു തന്നെയല്ലേ, കാണാൻ ഇപ്പോഴും കുഞ്ഞു തന്നെയല്ലേ. പക്ഷെങ്കിലോ മൗസിനിപ്പോ മൗസ് വലിയ ആളായി എന്നുള്ളത് മൗസിന്റെ ഉള്ളിൽ തോന്നി. എന്തുകൊണ്ടാ? ലയണിനെ വരെ പേടിപ്പിച്ചില്ലേ മൗസ്. അപ്പൊ മൗസ് ആരാ? മോന്. And lion, he still roared. Lion ഇപ്പോഴും roar ചെയ്യുന്നുണ്ട്, but with laughter instead. എങ്ങനാ? എങ്ങനെയാ ഒച്ചത്തില്ലേ? അല്ല, വാബി മൗസും അമ്മ ലയണും ആണ്. നമ്മൾ രണ്ടാളും ഒന്നിച്ച് റോക്കിന്റെ മേലെ ഇരുന്നിട്ട് അങ്ങനെ നമ്മുടെ കഥ കഴിഞ്ഞു. യെസ്,
That day, they both learned that no matter your size, we all have a mouse and a lion inside. എന്നാന്ന് രണ്ടാക്കൊന്ന് മനസ്സിലായേ? റാബിക്കൊന്ന് മനസ്സിലായേ? നമ്മൾ എത്ര ചെറുതായാലും എത്ര വലുതായാലും നോക്ക് കുഴപ്പമില്ല. നമ്മളെല്ലാരും ഉള്ളിൽ ഒന്നുണ്ട്. ഒരു മൗസ് ഉണ്ട്, നമുക്ക് വീക്ക്നെസ് ഉണ്ട്, ഒരു ലയണും ഉണ്ട്. നമ്മള് ലയൺ ഇൻസൈഡ്. നമ്മളെ സ്റ്റോറി കഴിഞ്ഞു. കോലന്റെ പിന്നെ ഗൈസ്, അപ്പൊ നിങ്ങളും നിങ്ങളെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ വാങ്ങി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബുക്കാണ് കേട്ടോ ഇത്. ആൻഡ് ഇംഗ്ലീഷിൽ തന്നെ വായിച്ചു കൊടുക്കുക. ഇത് ആദ്യം ഫസ്റ്റ് ടൈം വായിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് മലയാളത്തിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ലൈക്ക് ഈ ഒരു ഇംഗ്ലീഷിൽ വായിച്ചാൽ തന്നെ അവൾക്ക് സ്റ്റോറി മനസ്സിലായല്ലോ. പിന്നെ ഓരോ പ്രാവശ്യം വായിക്കുന്നതോറും ഓരോരോ ഇതിനകത്തുള്ള പുതിയ പുതിയ വാക്കുകൾ അവൾ പഠിക്കാൻ തുടങ്ങി. ആൻഡ് അവൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ബുക്കാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കുക. ഇത് ഒരു 200 സംതിങ് ആണ് ഈ ഒരു ബുക്കിന്റെ വില. ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു വർത്ത് തന്നെയാണ് ഇത്. പിന്നെ ഇവള് സാധാരണ ഒന്നും സൂക്ഷിച്ച് വെക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഈ ബുക്ക് ഇപ്പൊ വാങ്ങിയിട്ട് നമ്മൾ കുറച്ച് മാസങ്ങളായി പുസ്തകം വാങ്ങിയിട്ട്. പക്ഷെ ഇപ്പോഴും ഇത് ഒന്നും എന്താ പറയാ നശിപ്പിക്കാണ്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഇവള് ഞാൻ കാണാത്തൊരു സമയത്ത് ഒരു ഇത്തിരി വരച്ചിട്ടുണ്ട് അല്ലേ ബാബി? സ്കെച്ചിനെ കൊണ്ട് വരച്ചിട്ടുണ്ട്. പക്ഷെ അത് വലിയ കുഴപ്പമില്ല, ഒരു ഡിസൈൻ പോലെ ഉണ്ടല്ലേ ബാബി? എഴുതി വെച്ചതാ, അവള് എഴുതിയതാണ്. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ. അപ്പം എല്ലാവർക്കും ബൈ. അതിന് വാബിന്റെ ഇത് കാണിച്ചു കൊടുക്കണം. വാബിന്റെ അടുത്ത ബുക്കാണേ. വാബിന്റെ ഫേവറേറ്റ് ആനിമൽ ആണ് കോല. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തെങ്കിൽ നമ്മൾ അടുത്തത് ഈ ബുക്കുമായിട്ട് വരാം. ഓക്കെ, ബൈ. എല്ലാവർക്കും ബൈ പറയൂ. ബൈ.